എൻ്റെ ഒരു കാഴ്ചപ്പാടിലേ ഒരു വണ്ടി ശരിക്കും ലൈറ്റ് ആവണം വേണ്ടത്. വണ്ടി എന്ന് പറയുന്നത് തീർത്തും നമുക്ക് യാത്രയാണ്, അതായത് വണ്ടി നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു 160യും കുറച്ചധികം മാറ്റങ്ങൾ പറയുമ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക്, അത് മാത്രമല്ല ആ ഒരു ബാക്കിലെ സസ്പെൻഷൻ, ഈ ഒരു പാർട്ട് ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ശരിക്കും 200നും ഈ ഒരു 160ക്കും പാർട്സൊക്കെ ഏകദേശം സെയിം ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഓട്ടമൊന്നുമില്ല, ലോങ് ഡ്രൈവ് ഒന്നുമില്ല, സിറ്റി യൂസാണ് കൂടുതലെങ്കിൽ ഈ ഒരു 160 മേക്ക് സെൻസ് ആണ്. കാരണം ആ ഒരു ഷേപ്പ് ഉണ്ട്. 160 ആണെങ്കിലും 200 ആണെങ്കിലും NS ആണ് എന്നുള്ളത് ഒറ്റ മോഡൽ മനസ്സിലാവും. പിന്നെ NSൻ്റെ 160 ആണെന്ന് ശരിക്കും മനസ്സിലാക്കാണ്ട് എന്തൂസിയാസ്റ്റ് പോലുള്ള ആളുകൾക്ക് സെൻറ്റർ സ്റ്റാൻഡ് പോലുള്ള അടയാളങ്ങളുണ്ട്, ടയറിൻ്റെ സൈസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു NS ഒന്ന് കാണിക്കാം. NS200ൻ്റെ ആ ഒരു ചെറിയ രൂപമായിട്ടുള്ള 160 ഒന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വണ്ടി കൂടി റോഡിലേക്ക് എടുത്ത് ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രൂപം കണ്ടോ, ശരിക്കും 200ുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റ മോഡലിൽ കാണാൻ പറ്റുമോ? ഒരു ഹിൻഡ് തരാം. ആ ഒരു 160 എന്നതിലുള്ള സ്റ്റിക്കർ മാത്രം നമുക്ക് മനസ്സിലാവും. കൂടാതെ കിക്കർ ഉണ്ട് എന്നുള്ളതാണ്. വലിയ വീല് കാണാം. ആ ഗ്രേ വീൽസ് എന്ന് പറയുന്നത് 250 മോഡൽ എന്ന് പറഞ്ഞ വീൽസാണ്. ആ ഒരു വീലിൻ്റെ മുകളിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ബാക്കിലെ സ്വിംഗ് ആമിൻ്റെ ആ സൈസ് കണ്ടില്ലേ, ഗ്യാസ് വീൽ ഷോക്ക് അബ്സോർവർ കാണാം. വലിയ വീലാണ്, ഡിസ്ക് ബ്രേക്ക് കൂടെ വലിയ വീലും ഹഗ്ഗറും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. NS160 എന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. കൂടാതെ ബാക്കിലെ ആ ഒരു വലിയ ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. ഈ രണ്ട് വണ്ടികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീറ്റുകളാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ടാങ്ക് കണ്ടോ, ടാങ്കല്ല, ടാങ്ക് കവറാണ്. ടാങ്ക് അതിനകത്ത് ചെറിയൊരു ടാങ്കാണ്. അതുമാത്രമല്ല ആ ഒരു ഫ്രണ്ട് സ്കൂപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നപ്പോൾ ബജാജ് ഇറ്റ്സെൽഫ് തന്നെ പറയുന്നത് അവരുടേതായിട്ടുള്ള കുറച്ചധികം വൃത്തികേടുകളൊക്കെ അവിടെ കാണുന്ന വൃത്തികേടുകളൊക്കെ മാറി എന്നുള്ളതാണ്. ഈ ഒരു ഹെഡ് ലാമ്പ് കണ്ടോ, ഈ ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് LED ആയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു നന്നായിരുന്നു തോന്നി. കൂടാതെ വൈസറിൻ്റെ ചുറ്റും കൊടുത്ത പ്ലാസ്റ്റിക് ക്വാളിറ്റി കണ്ടോ, ആ ഒരു ഗ്രേ കളറാണത്. അപ്പോൾ വൈസറും ഉണ്ട്, ചെറിയ വൈസറുണ്ട്, 2 പ്ലാസ്റ്റിക് പീസും കൊടുത്തിട്ടുണ്ട്. താഴെ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് LED അല്ല. താഴെ കാണുന്ന ABS ഡുവൽ ചാനൽ എന്നുള്ള കാര്യം ഈ ഒരു പുതിയ മോഡൽ വന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് വണ്ടികളും ലിക്വിഡ് കൂൾഡ് ആണെങ്കിലും ഈ ഒരു വണ്ടിക്ക് അത് ഓയിൽ കൂൾഡാണ് എന്നുള്ളതാണ്. പിന്നെ വലിയ വട്ടം കൂടിയ ഡിസ്ക്കാണ്. കൂടാതെ ആ ഒരു കൗള് നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ്. 100 ബില്യൺ എക്സോസ്റ്റ്. കൂടാതെ സെൻറ്റർ സ്റ്റാൻഡും കൂടി വൃത്തിയായി തന്നെ കാണിച്ചു തരാം. ഇനി പിന്നിലെ ഈ ഒരു LED എന്ന് പറയുന്നത് എല്ലാ പൾസറുകൾക്കും ഉണ്ട് ആ ഒരു LED കാര്യമാകുമ്പോൾ. കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് LED അല്ല എന്നുള്ളതാണ്. ഇനി സാരി ഗാർഡ് പോലുള്ള കാര്യങ്ങളിൽ കൂടാതെ ആ ഒരു ഫുഡ് പെഗ് കാണാം. ഇപ്പോൾ ഫ്രണ്ടിലെ ഫുഡ് പെഗ് കണ്ടോ, ആ ഫുഡ് പെഗും ആ ഒരു ഗിയർ ലിവറും കണ്ടില്ലേ. സെൻറ്റർ സ്റ്റാൻഡ് അടി തട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഇതിനൊരു ക്രാഷ് ഗാർഡ് കൂടിയുണ്ട് എന്നുള്ളതാണ്. മീറ്റർ കൺസോളിനകത്ത് ആ ഒരു സെൻറ്ററിലെ ടാക്കോമീറ്റർ പോർഷകൾക്ക് തുല്യമെന്നൊക്കെ വേണമെങ്കിൽ അതിശയത്തോട് പറയാം. ആ ഒരു ഫ്യൂൽ മീറ്റർ കണ്ടോ. കൂടാതെ വലതുവശത്ത് ആ ഒരു MID ഉണ്ട്, ഇടതുവശത്ത് ടെയിൽ ലൈറ്റ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെറുതെ ടോഗിൾ നോക്കി കഴിഞ്ഞാൽ, ഈ ഒരു MID ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓടോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ട്രിപ്പ് മീറ്റർ, കൂടാതെ ഡിസ്റ്റൻസ് MT കാണാം. ഇനി ഇതിൽ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, കൂടാതെ ആ ഒരു ട്രിപ്പ് 2, ട്രിപ്പ് 1 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇത് RPM ലിമിറ്ററാണ്. നമ്മൾ റെഡ് ലൈൻ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുമെന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു ഫ്യൂവൽ ലിഡ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഫ്യൂവൽ ലിഡാണ്. അതുമാത്രമല്ല പൾസർ നേരിട്ടുള്ള ഈ ഒരു മോണിക്കറൊക്കെ തന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്, ക്രോമല്ല ബ്ലാക്ക് ഫിനിഷിലാണ്. ഈ 2 നെറ്റുകൾ വിസിബിളായി കൊടുത്തത് ഡിസൈൻ എലമെൻ്റാണ്, തീർത്തും ഭംഗിയുണ്ട്. കൂടാതെ ഈ ഒരു അലുമിനിയം ആയിട്ടുള്ള ഈ ഒരു നെറ്റ് കണ്ടോ, അതും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇനി സ്വിച്ചുകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ്. ഈ ഒരു സംഗതി കണ്ടോ, ഇതിൻ്റെ ഒരു എന്താ പറയുക ഗ്രിപ്പാണ്. ഗ്രിപ്പിന് അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്, വെയിറ്റ് കാണാം. അത് മാത്രമല്ല വലതുവശത്തായിട്ട് ആ ഒരു സ്വിച്ച് ഉണ്ട്, എഞ്ചിൻ സ്വിച്ച് ഉണ്ട്, സെൽഫ് സ്റ്റാർട്ടറുമാണത്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി NSൽ വന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കേട്ടോ. NS200 ഓടിച്ചിട്ടാണ് NS160 കയറുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് നമ്മുടെ മനുഷ്യനാണല്ലോ, അപ്പോൾ ഹ്യൂമൻ നേച്ചർ എന്ന നിലയ്ക്ക് ഒരു ഇത്തിരി പവർ കുറവ് തോന്നും. പക്ഷേ അത്ര പവർ കുറവൊന്നും അല്ല കേട്ടോ. അതായത് 17.4 PS പവറുണ്ട്. കൂടാതെ 14.6 Nm ടോർക്കുണ്ട്. അപ്പോൾ ആ ഒരു പവർ ടോർക്കുകൾ വെച്ചിട്ട് നമ്മൾ ശരിക്കും പറയുന്നത് ഏകദേശം 7 PS പവർ കുറവുള്ള വണ്ടിയാണ് ഈ കമ്പാരിസൺ വരുന്നത്, മനസ്സിലാക്കണം. പക്ഷേ ആ ഒരു കമ്പാരിസൺ നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുറഞ്ഞ വില ആയിരിക്കുമല്ലോ 160യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 160-200 കമ്പാരിസണിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ USP അത് തന്നെയാണ്. NSൻ്റെ സകല സ്വഭാവവും നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കിട്ടുമെന്നുള്ളതാണ്. ആ ഒരു 200ൻ്റെ സകല സ്വഭാവം നമുക്ക് ഈ ഒരു വണ്ടിക്ക് വില കുറച്ച് കിട്ടുമെന്നുള്ളതാണ്. ABS ഡുവൽ ചാനലാണ്, സ്റ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 200ൽ കിട്ടുന്ന പവറും അല്ലെങ്കിൽ ഒരു ഇത്തിരി കാര്യങ്ങളും ഒഴിച്ച് ലുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന അവതാർ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു പൾസർ 160 കാണാം, NS160 കാണാം.
എനിക്ക് ആ ഒരു വണ്ടി കയറി ഒരു വണ്ടി കയറുന്നപ്പോൾ അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് കാര്യം അവിടെ ഫീൽ ചെയ്യില്ല എന്ന് വെച്ചാൽ ഒറ്റ കയറിയില്ല. പക്ഷേ എടുത്തപ്പോൾ മനസ്സിലായി ഞാൻ ഓടിക്കുന്നത് 160 ആണല്ലോ എന്നുള്ളത്. ആ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വണ്ടിക്ക് 6 സ്പീഡാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് 5 സ്പീഡാണ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിയാണ് പോകുന്നത് കേട്ടോ, ഞാൻ ഓടിച്ചിരുന്ന വണ്ടിയാണ് പോകുന്നത്. പിന്നെ ഇപ്പം നമുക്കേ 2 വണ്ടി കൂടി പാർക്ക് ചെയ്ത് നിർത്തി ഷൂട്ട് ചെയ്യുമ്പോൾ 2 വണ്ടി തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഫീൽ ചെയ്യില്ല. 5ാമത്തെ ഗിയർ ആയതുകൊണ്ട് നമുക്കങ്ങനെ 5 ഗിയർ മാത്രമുള്ളതുകൊണ്ട് നമുക്കങ്ങനെ 6 ഗിയറിലെ പോലെ അത്ര കുറച്ചധികം റിലാക്സ്ഡ് അല്ല വണ്ടി, സ്റ്റിൽ റിലാക്സ്ഡ് ആണ്. അതായത് 8000 RPM-ലൊക്കെ അടുപ്പിച്ച് 100 കിലോമീറ്റർ സ്പീഡിലേക്ക് വണ്ടി എത്തുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ഫോർ എ 160cc മോഡൽ. പിന്നെ സീറ്റിംഗ് പോസ്റ്ററൊക്കെ ശരിക്കും സെയിം ആണ്, ഏറെക്കുറെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. സ്വിംഗ് ആമിൻ്റെ ആ ഒരു വ്യത്യാസം അതല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ വലുപ്പം മാത്രമാണ് വ്യത്യാസങ്ങളുള്ളൂ എന്നുള്ളതാണ് ബജാജിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുമാത്രമല്ല എല്ലാ പാർട്സും ഷെയറിംഗ് ആണ് ഒരുവിധം. ഇപ്പോൾ ബാക്കിലെ സ്പ്രിങ്, അപ്പോൾ ഒരു ഗുണം പറയട്ടെ, അതായത് ബാക്കിലെ സ്പ്രിങ് ഷെയറിംഗ് ആണ് എന്നുള്ളതുകൊണ്ട് ഇത് ഇത്തിരി കൂടി അബ്യൂസ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. കാരണം കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള സ്പ്രിങ് കുറച്ച് പവറിൽ വരുമ്പോൾ തീർത്തും എന്താ പറയുക ആ ഒരു അബ്യൂസ് ഫ്രണ്ട്നെസ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലൈറ്റാണ് വണ്ടി, നല്ല ലൈറ്റാണ്, ഒരു എഫേർട്ടും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റിയ അത്രയും ലൈറ്റാണ് എന്നുള്ളതാണ്. പിന്നെ എഞ്ചിൻ്റെ സൗണ്ട് 200 കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി മീക്കായിട്ട് തോന്നും. പക്ഷേ സ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 7 bhp കുറവുള്ളൊരു വണ്ടിയാണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അപ്പോൾ പൾസർ NSൻ്റെ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലുക്കാണ് എന്ന് കരുതുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു NS മതി. കാരണം സ്ട്രീറ്റ് ബൈക്ക് NS160 മതി. കാരണം ഒരു സ്ട്രീറ്റ് ബൈക്ക് എന്ന നിലയ്ക്ക് നമുക്ക് അത്യാവശ്യത്തിലധികം കാര്യങ്ങളൊക്കെ നടക്കും. അതായത് ഡെയിലി യൂസ് അല്ലെങ്കിൽ സിറ്റി ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാനായിട്ട് ഈ വണ്ടി പര്യാപ്തമാണ്. നമുക്ക് ആ ഒരു ലീഗൽ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഒരിത്തിരി കൂടി പവറൊക്കെ വേണം, ലോങ് ഡ്രൈവ് ഒക്കെ ഉണ്ട്, അതായത് ഒരിത്തിരി അധികം ക്രൂസ് ചെയ്ത് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 200 നോക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഗുണങ്ങളെന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കുഷനി ഫീലും ഈ ഒരു റൈഡ് ക്വാളിറ്റിയും തന്നെയാണ്. 200 ഇത്തിരി കൂടി സ്റ്റിഫാണ്, ആ ഒരു സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ്. സെയിം സ്പ്രിങ് ആണെങ്കിൽ കൂടി ഇത് ഒരു ഇത്തിരി കൂടി ഫ്ലോട്ടിംഗ് ആണ്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണാടി ആണെങ്കിലും മീറ്റർ കൺസോൾ ആണെങ്കിലും എല്ലാം ഏറെക്കുറെ സെയിം ആണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ മികച്ചൊരു വണ്ടി എന്ന നിലയ്ക്ക് ഞാൻ ഈ ഒരു വണ്ടിയെ കൂടി മാർക്ക് ചെയ്യാണ്. കമ്പനി പറയുന്ന 40 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ എന്ന് പറയുന്നത് അച്ചീവബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മളിപ്പോൾ ഓടിക്കുന്നത് കുത്തിപ്പൊളിച്ച് ഓടിക്കുകയാണല്ലോ, അവർ അല്ലെങ്കിൽ സാധാരണ ഓട്ടം എന്ന് പറയുന്നത് മിക്കവാറും വളരെ കൂളായിട്ടായിരിക്കും. അപ്പോൾ ഒരു പൾസർ ഓടിക്കുന്ന ആൾ ഒരു 150 വാങ്ങിയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്ക് ഈ വണ്ടി കയറി കഴിഞ്ഞാൽ ഫീൽ ഹോം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. കാരണം ഒരിത്തിരി കൂടി ലൈറ്റാണ് വണ്ടി, പഴയ പൾസറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി കൂടി അജൈലാണ്, ഒരിത്തിരി കൂടി ഈസി ടു യൂസാണ്, ഒരിത്തിരി കൂടി രസമുണ്ട് ഓടിക്കാനായിട്ട്. പഴയ വണ്ടികൾ രസമല്ല നല്ല ഞാൻ പറയുന്നത്, പഴയ 180 വേറെ ലീഗായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴേ പുതുതലമുറ വണ്ടികളിൽ BS6 അതായത് OBD2 phase 2 കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ആവാൻ തക്കവണ്ണം പര്യാപ്തമായ വണ്ടികളിൽ ഈ ഒരു 160ക്ക് ഏകദേശം ഒരു 1/2 bhp കുറഞ്ഞു എന്നാണ് തോന്നിയത്. കാരണം വെയിറ്റ് കൂടിയിട്ടുണ്ട് ഈ വണ്ടി. അതായത് ശരിക്കും 200 പോലെ തന്നെ ആക്കിയപ്പോഴേ ഒരിത്തിരി വെയിറ്റ് കൂടുകയാണ് ഈ ഒരു 160ക്ക് ഉണ്ടായത്. 200 ആണെങ്കിൽ വെയിറ്റ് കുറയുകയും ചെയ്തു. പിന്നെ കുറവുകളായിട്ട് ഞാൻ 200 പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ മതി. അതായത് ആ ഒരു TFT സ്ക്രീനിൽ കണക്ടിവിറ്റി ഫീച്ചർ ഇല്ല, അതല്ലെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഇല്ല, LED ഹെഡ് ലാമ്പ് അല്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിലേ ഒരു വണ്ടി ശരിക്കും ലൈറ്റ് ആവണം വേണ്ടത്. വണ്ടി എന്ന് പറയുന്നത് തീർത്തും നമുക്ക് യാത്രയാണ്, അതായത് വണ്ടി നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ ആകെ മൊത്തം ഉള്ളിൽ 200 ഓടിച്ചിട്ട് 160 ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഒരു സാധാരണ യൂസൊക്കെ ഉള്ളെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 160 മോർ ദാൻ എനഫ് ആണ്. അതല്ല ഒന്ന് കുത്തിപ്പൊളിച്ച് ഓടിക്കണം, ഒരിത്തിരി കൂടി ഫൺ ഫാക്ടർ വേണമെങ്കിൽ 200 എടുത്തോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഒരു വീഡിയോ ഉപയോഗത്തിന് കരുതാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ഉപയോഗം. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മൾ എന്തിനും അറിയാലോ.